രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാവുന്ന മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ബാക്കി കുക്കറിൽ തന്നെ കിടന്ന് വെന്തോളും. ഏകദേശം ഒന്ന് വാടിയതിന് ശേഷം ഞാനിത് അവിടെ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത 1 കിലോ മട്ടൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മട്ടനിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി ആയതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആവശ്യമൊന്നുമില്ല, കുറച്ച് മാത്രം മതിയാവും. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെ വേവിക്കാം. ഞാനൊരു 6 വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എല്ലാം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. അതുവരേക്കും ബൈ ബൈ.